ഇന്നത്തെ ചിന്തയിൽ കൂടി ഞാൻ കണ്ടെത്തിയത്, നമ്മുടെ ഈ ഐസ് റോക്സ് ഉണ്ടല്ലോ, ഐസ് അറ്റ്ലാന്റിക്കിലൊക്കെ ഐസ് ഇങ്ങനെ മൗണ്ടൻ പോലെ, പർവ്വതം പോലെ പൊങ്ങി നിൽക്കുന്നുണ്ട്. അതെങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം ഞാൻ പറയാൻ പോകുന്നത്, കാര്യം കേട്ട് ചിരിക്കരുത്. ഞാൻ ഈ ഭൂമിയെ മുട്ടയായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. മുട്ടയ്ക്കകത്തുള്ള എയർ ബാഗ് ആണ് സൂര്യനെന്ന് സങ്കല്പിച്ചിരിക്കുന്നത്. ഈ മുട്ടയ്ക്കകത്തുള്ള ഫ്ലൂയിഡാണ് കടലിന് സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പോൾ കടലിൽ ഉപ്പ്, സോൾട്ട് ഉണ്ടല്ലോ. അപ്പം ഈ ഭൂമിയിൽ ഹീറ്റ് ഉണ്ടല്ലോ, ഫയർ. ആ ഫയർ കാരണം ഈ കടലിലെ വെള്ളം, ഏറ്റവും കൂടുതൽ ഹീറ്റുള്ള സ്ഥലങ്ങളിലെ കടലിലെ വെള്ളം നീരാവിയായി പോകും. അപ്പോൾ അതിനകത്തുള്ളൊരു സോൾട്ട് ഉണ്ടല്ലോ, അത് അടിഞ്ഞു കൂടി അതെല്ലാം കൊണ്ട് ഒരുമിച്ച് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ പർവ്വതം, ഐസ് മൗണ്ടൻസ്, ഐസ് റോക്സ്. അങ്ങനെയാണ് ഐസ് റോക്സ് ഉണ്ടാകുന്നത്. കാരണം ഞാൻ മുട്ട നമ്മൾ പൊട്ടിച്ച് ഈ സോസ്പാനത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, അതിങ്ങനെ പൊട്ടിയിട്ട് സ്പ്രെഡ് ആവുന്നത്, യോക്ക് യെല്ലോ. അതേപോലെ തന്നെ ഫ്ലൂയിഡ്, വൈറ്റ് ഫ്ലൂയിഡ് കണ്ടു കഴിഞ്ഞാൽ വെള്ളം പോലെ തോന്നും. പക്ഷെ നമ്മൾ ഹീറ്റ് ഓൺ ചെയ്യുമ്പോൾ, ഇൻഡക്ഷനിലോ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗവിലോ ഹീറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, തീ വെച്ച് കഴിഞ്ഞാൽ ചൂടാകുമ്പോൾ ഈ ഫ്ലൂയിഡ് ഓട്ടോമാറ്റിക്കലി വൈറ്റായിട്ട് മാറും. വൈറ്റ്, തിക്കായിട്ടുള്ള വൈറ്റ് എഗ്ഗായിട്ട് മാറും. വൈറ്റ് എഗ് പാർട്ടിക്കിൾസ്, എഗ്ഗിൻ്റെ പാർട്ടിക്കിൾസ് ആയിട്ട് മാറും. എഗ്ഗിനകത്തുള്ളതാണല്ലോ ഈ ഫ്ലൂയിഡ് യോക്കും. അപ്പോൾ അത് ചൂടാക്കുമ്പോൾ അത് വൈറ്റ് ആയിട്ട് മാറും. എന്തായാലും അത് എഗ്ഗിൻ്റെ പാർട്ടിക്കിൾസ് തന്നെയാണ്. അതുകൊണ്ടാണ്, അതിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഹീറ്റ്, ഭൂമിയിലുള്ള ഹീറ്റ് കാരണം ഈ കടലിലെ വെള്ളം നീരാവിയായി പോകും. അതിലുള്ള ഈ സോൾട്ട് ഒരുമിച്ചാണ് ഈ മൗണ്ടൻ ഉണ്ടാവുന്നത്, ഐസ് മൗണ്ടൻസ്, ഐസ് റോക്സ് ഉണ്ടാകും. അപ്പോൾ ഈ ഐസ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സോൾട്ട് ഉണ്ടാകത്തില്ല. കാര്യം ഈ സോൾട്ടിൽ ഈ ടേസ്റ്റ് ഉണ്ട് സോൾട്ടിൻ്റെ, അത് ഈ വെള്ളത്തിനോടൊപ്പം അത് വേപ്പറൈസായി പോകും. അപ്പോൾ ഈ സോൾട്ട് എല്ലാം കൂടെ കൂടിയാണ് ഐസ് മൗണ്ടൻസും റോക്സും ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ, ശരിയാണെന്ന് തോന്നുന്നുണ്ട്? ശരിയായാലും തെറ്റായാലും പ്രശ്നമില്ല. എൻ്റെ ചിന്തയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾ കണ്ട് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യാം. പക്ഷേ ഞാൻ ഈ ഭൂമിയെ ഒരു മുട്ടയായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അത് നിങ്ങൾ വെച്ചുകൊണ്ട് ചിന്തിച്ചാൽ ശരിയാവും. അപ്പോൾ ദിസ് ഇൻവെൻഷൻ ഈസ് മെയ്ഡ് ആൻഡ് ഓൺ ബൈ റെജി മാത്യു 5/5/1972 പോൺത്രയിൽ. ഈ 5/5/1972 എന്ന് പറഞ്ഞാൽ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്താണ്. ഈ പേര് പലർക്കും ഉണ്ടാവുമല്ലോ, അതുകൊണ്ടൊരു യൂണിക് ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് ഇട്ടിരിക്കുന്നത്. എൻ്റെ ഡേറ്റ് റെജി മാത്യു 5/5/1972 പോൺത്രയിൽ. All rights reserved for this invention belongs to Reggie Matthew 5/5/1972 Pondrail. All royalty belongs to me. My YouTube channel ID Reggie IPS and Reggie Matthew Pondrail, and one more channel is there, Reggie Matthew Pondrail. Please subscribe and share it. ഇത് കോളേജ് സ്റ്റുഡൻസിന് ഒക്കെ വേണ്ടിയുള്ളതാണ്. സ്കൂൾസ് പിള്ളേർക്കൊക്കെ ഐസ് മൗണ്ടൻസും ഐസ് റോക്സൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു ഡൗട്ടുണ്ടാവും. അപ്പം ടീച്ചേഴ്സ് അത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുള്ളത് ഞാനങ്ങനെ ചോദിച്ചിട്ടില്ല, ഞാനത് മനസ്സിലാക്കിയിട്ടില്ല. അതെങ്ങനെയാണ് ഐസ്, ഞാൻ എൻ്റെ സ്കൂൾ ടൈമിൽ ഞാനത് അങ്ങനെ എനിക്കാരും പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാനങ്ങനെ ചോദിച്ചിട്ടുമില്ല ഡൗട്ട്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഇങ്ങനൊരു ആൻസറുണ്ട്, എങ്ങനെയാണ് ഐസ് മൗണ്ടൻസ്, ഐസ് റോക്സ് ഉണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽസിൽ 1600 കൂടുതൽ വീഡിയോസ് ഉണ്ട്, 1650 കൂടുതൽ വീഡിയോസ് ഉണ്ട്, 1781 സോങ്സ് ഉണ്ട്, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി സോങ്സ് ഉണ്ട്. See the playlist to my channel. Please subscribe and share it. Thank you for listening.